ബ്ലാസ്റ്റേഴ്സ് വളർത്തിയ പയ്യൻ എന്നൊക്കെ ഒരു ട്രാഫിക്കിങ്ങിന് വേണ്ടി അടിച്ചു വിടുന്നുണ്ടെങ്കിൽ പോലും ബ്ലാസ്റ്റേഴ്സിന്റെ ബി ടീമിൽ കളിച്ചിട്ടുണ്ട് എന്നല്ലാതെ ബ്ലാസ്റ്റേഴ്സ് വളർത്തി എന്നൊന്നും അവകാശപ്പെടുന്നതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. എന്നാലും ബ്ലാസ്റ്റേഴ്സ് എന്ന് കേട്ടാൽ രണ്ടുപേര് വരുമല്ലോ. അത്രേ ഉള്ളൂ. പുള്ളി ബംഗളൂരുവിന്റെ അണ്ടർ 16 ടീമിൽ കൂടിയാണ് മെയിൻ സ്ട്രീമിലേക്ക് വന്നതെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ആള് MFAയുടെ പ്ലെയർ ആയിരുന്നു. ലൂക്കാസ് സോക്കർ ക്ലബ്ബ് കേരളത്തിലെ ഇറ്റാലിയൻ ഫുട്ബോൾ ഫിലോസഫി ഒന്ന് സ്വാംശീകരിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ ഫുട്ബോൾ ആക്ടിവിറ്റീസ് ആയിട്ട് നടക്കുന്ന ക്ലബ്ബാണ് ലൂക്കാസ് സോക്കർ ക്ലബ്ബ്. അവരൊക്കെ ചേർന്ന് വളർത്തിയെടുത്ത താരമാണ് അബ്ദുൾ റബീഹ്. റബീഹിനെ കുറിച്ച് പറയാനാണെങ്കിൽ വലതു പാർശ്വത്തിലെ സർവാധികാരിയായി വളരാൻ മാത്രം എല്ലാ കരുത്തുള്ള ഒരു മലയാളി താരമാണ്. റൈറ്റ് ബാക്ക് ആയിട്ടും റൈറ്റ് വിംഗർ ആയിട്ടും റൈറ്റ് മിഡ്ഫീൽഡർ ആയിട്ടും എല്ലാം കളിക്കാൻ വളരെ മികവുള്ള താരം തന്നെയാണ് റബീഹ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ബി ടീമിൽ കളിച്ചിട്ടുണ്ട്. സീനിയർ ടീമിൽ ഇടം പിടിച്ചില്ല. പിന്നീട് അദ്ദേഹം ഹൈദരാബാദിലേക്ക് പോയി തന്റെ പ്രതിഭ എങ്ങോട്ട് തെളിയിച്ചു. ഹൈദരാബാദിൽ വെച്ച് വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച് എല്ലാവരുടെയും ശ്രദ്ധ കവർന്ന താരം FC ഗോവയിലേക്ക് പോയി അവിടെയും ഭേദപ്പെട്ട പ്രകടനം തന്നെ കാഴ്ചവെച്ചു. നിലവിലെ ഇന്ത്യൻ ഫുട്ബോളിലെ പവർ ഹൗസായി വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിലേക്കാണ് റബീഹ് എന്ന മലയാളി താരം ചേക്കേറിയിരിക്കുന്നത്. ഒരു 3 വർഷത്തെ കോൺട്രാക്ടിലാണ് ആള് സൈൻ ചെയ്തിരിക്കുന്നത്. 3 വർഷത്തെ കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ 2+1 ഡീലാണ്. 2 വർഷം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ 1 വർഷത്തേക്ക് കൂടി ട്രിഗർ ചെയ്യാൻ കഴിയുന്ന ഒരു എക്സ്റ്റൻഷൻ ക്ലോസും കൂടി വെച്ചിട്ടാണ് റബീഹിനെ അവർ സ്വന്തമാക്കിയിരിക്കുന്നത്. ഏതായാലും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ മുന്നോട്ടുള്ള പോക്ക് വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയതുകൊണ്ട് തന്നെ റബീഹിന്റെ ഭാവി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് സുരക്ഷിതമായിരിക്കും എന്നാണ് വിശ്വസിക്കുന്നത്. സ്വന്തമായിട്ടൊരു ഫിലോസഫിയും പദ്ധതിയോ പ്ലാനിങ്ങോ ഇല്ലാത്ത ക്ലബ്ബിൽ കടന്ന് കറങ്ങുന്നതിനെക്കാട്ടി നല്ലത് നല്ല പദ്ധതികളുള്ള ഒരു ക്ലബ്ബിൽ പോകുന്നതാണ്. ഏതായാലും റബീഹിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഭാവിക്കും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ ഭാവിക്കും എല്ലാം മികച്ച ഒരു തീരുമാനമാണിത്.